കോൺഗ്രസിന്റെ എം.എൽ.എ തന്നെ ഇപ്പോൾ ഒളിവിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ രീതിയിലുള്ള അന്വേഷണം നടക്കുന്നു. എഫ്ഐആർ ഇട്ടു. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയാകില്ലേ? അല്ല, ടെക്നിക്കലി പറയുമ്പോഴത്തേക്ക് രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസിന് പുറത്താണ്. കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരാളാണ്. പക്ഷെ തെരഞ്ഞെടുപ്പ് കാലത്ത് സജീവവുമാണ്. ഇപ്പോൾ അവിടെ ഉണ്ടായ വിഷയം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ ഒരു പ്രശ്നം ഉണ്ടായി വന്നപ്പോഴത്തേക്ക് തന്നെ പലരും പറഞ്ഞു അത് കോൺഗ്രസിനകത്തു നിന്നുള്ള പാരകളാണ് എന്നാണ് ആദ്യമേ തന്നെ വന്ന ഒരു റിപ്പോർട്ട്. രാഹുൽ മാങ്കൂട്ടം ഉയർന്നു വരുന്നത് ഇഷ്ടപ്പെടാത്ത ചിലരൊക്കെ പാർട്ടിയിൽ അദ്ദേഹത്തിനെ ഒറ്റിയതാണ് എന്നുള്ള ഒരു സംസാരം അന്ന് തന്നെ വന്നായിരുന്നു. പിന്നെ വേറൊരു വലിയൊരു ചാനലിലെ അവതാരക അതിൻ്റെ ഒരു ഡയറക്ടർ ഈ കേസിൽ ഇടപെട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യത്തെ ഒരു റൂമർ വന്നത്. ഇപ്പോൾ സംഭവിക്കുന്നത്, അപ്പോൾ അന്നൊന്നും ഈ പരാതി ഇല്ലായിരുന്നു. ഇതിനെ പറ്റിയിട്ട് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂരൊക്കെ ഒരു പോലീസ് സംഘത്തിനെയൊക്കെ അയച്ചിരുന്നു. അത് ഏകദേശം അങ്ങ് തണുത്തിരുന്ന ഒരു സമയത്താണ് രാഹുൽ മാങ്കൂട്ടം ഇലക്ഷനിൽ വളരെ സജീവമായത്. കോൺഗ്രസിൽ നിന്ന് അദ്ദേഹത്തിന് ശക്തമായിട്ടുള്ള മെസ്സേജ് ശ്രീ ചെന്നിത്തലയും സതീശനും കൊടുത്തിരുന്നു. നിങ്ങൾ കോൺഗ്രസിലെ അംഗമല്ല ഇപ്പോഴും, അതുകൊണ്ട് ആ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇപ്പോഴാണ് നമ്മളെ പഴയ KPCC പ്രസിഡന്റ് തീപ്പൊരിയായിട്ടുള്ള ശ്രീ സുധാകരൻ വന്നിട്ട് കയറി വാടാ മക്കളെ എന്നും പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ ചേർത്ത് പിടിച്ചത്. അതോടെ വീണ്ടും കോൺഗ്രസിനകത്തുനിന്ന് ഇദ്ദേഹത്തിനുണ്ടായിരുന്ന പാര വീണ്ടും പൊങ്ങി വരികയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാര്യം ഇദ്ദേഹത്തെ ഒതുക്കേണ്ടത് CPM-നേക്കാളും കൂടുതൽ ആവശ്യം കോൺഗ്രസിലെ ചില നേതാക്കൾക്കാണെന്നാണ് സംശയം. എന്തായാലും നിയമപരമായിട്ട് ആ കുട്ടി പോകേണ്ട ആ കുട്ടിയുടെ പരാതി മുഖ്യമന്ത്രിക്ക് കൊണ്ടുകൊടുത്തു. സാധാരണഗതിയിൽ ഇത് കേട്ടുകേൾവി ഇല്ലാത്ത ഒരു സംഭവമാണ്. കാര്യം ഒരു വ്യക്തിക്ക് ഒരു പരാതി ഉണ്ടെങ്കിൽ അടുത്ത കൺസേൺഡ് പോലീസ് സ്റ്റേഷൻ DGP വരെ പോകും. ഇത് മുഖ്യമന്ത്രിയുടെ വീട്ടിൽ കൊണ്ട് പരാതി കൊടുക്കാൻ എല്ലാവരും തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മുഖ്യമന്ത്രിക്ക് വീട്ടിൽ പരാതി വാങ്ങിക്കാനേ നേരം ഉണ്ടാവുള്ളൂ. എന്തായാലും ആ കുട്ടി പരാതി കൊടുത്തു. ആ കുട്ടിയുടെ പരാതിയുടെ പുറത്ത് FIR ഇട്ടു, അന്വേഷിക്കുന്നുണ്ട്. ഇട്ടേക്കുന്ന വകുപ്പുകൾ പ്രകാരം അദ്ദേഹത്തിന് ജാമ്യം കിട്ടാനുള്ള സാധ്യത കുറവാണ്. ഒരു 90 ദിവസമെങ്കിലും കഴിഞ്ഞാൽ ജാമ്യം കിട്ടും. ഒളിവിലാണ്. കേരളത്തിലെ ജനങ്ങൾ അറിയുന്ന ഒരു ആൾക്ക് ഒരുപാട് കാലമൊന്നും ഒളിവിൽ കഴിയാനൊന്നും സാധിക്കത്തില്ല. എന്തായാലും പിണറായിയുടെ പോലീസ് വളരെ കാലമായിട്ട് അദ്ദേഹത്തിന്റെ പുറകെയാണ്. സ്പെഷ്യൽ ബ്രാഞ്ചും മറ്റു ഉദ്യോഗസ്ഥന്മാരും അദ്ദേഹത്തിന്റെ ഓരോ മൂവ്മെന്റും വീക്ഷിച്ചുകൊണ്ടിരുന്നതാണ്. ഇലക്ഷൻ സമയത്ത് സ്പെഷ്യൽ ബ്രാഞ്ച് എന്ന് പറഞ്ഞ പോലീസിന്റെ ജോലി ചെയ്താണ്. അപ്പോൾ അവരത് കണ്ടുപിടിക്കും. അദ്ദേഹം കേരളത്തിന് പുറത്തേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള അറസ്റ്റ് ഉടനെ നടക്കുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. എന്നാൽ അറസ്റ്റ് നടക്കട്ടെ, നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. അതും ഈ നമ്മുടെ ലോക്കൽ ബോഡി ഇലക്ഷനുമായിട്ട് ബന്ധപ്പെടുത്തേണ്ട ഒരു കാര്യവും നമ്മൾ കാണുന്നില്ല. എന്നാൽ അദ്ദേഹം കോൺഗ്രസിന്റെ ഒരു മെമ്പർ അല്ലാതായി കഴിഞ്ഞു, സസ്പെൻഷനിലാണ് പാർട്ടി. പക്ഷേ പല പാർട്ടി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ട് രാഹുൽ മാങ്കൂട്ടം ഇറങ്ങി പ്രവർത്തിച്ചത് കോൺഗ്രസ്സുകാർക്ക് പലർക്കും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് ഈ കേസ് വീണ്ടും പൊങ്ങി വന്നതെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇനിയും രണ്ടാമത്തെ സ്റ്റേജിൽ ഈ കുട്ടി പരാതി കൊടുത്തിട്ടുള്ളൂ. ഈ കുട്ടിയുടെ മൊഴി കൊടുക്കുമ്പോഴത്തേക്ക് അത് മജിസ്ട്രേറ്റിന് മുമ്പ് കൊടുക്കുന്ന മൊഴിക്ക് സാങ്ക്ടിറ്റി ഉള്ളൂ. അപ്പോൾ മജിസ്ട്രേറ്റിന് മുമ്പ് ഈ കുട്ടി മൊഴി ചില വിവരങ്ങളുണ്ടല്ലോ കേരളം വിട്ടതായുള്ള. അദ്ദേഹം കേരളം വിട്ടതായിട്ടുള്ള വിവരമാണ് പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണ് വേറൊരു സ്റ്റേറ്റിലാണ് അദ്ദേഹം പോയിട്ടുണ്ടെങ്കിൽ, തമിഴ്നാട്ടിലേക്കാണ് പോയിട്ടുണ്ടെങ്കിൽ തമിഴ്നാട് പോലീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കേരള പോലീസ്, എന്തായാലും അദ്ദേഹത്തിന്റെ പുറകെ തന്നെ കേരള പോലീസ് ഉണ്ട്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യേണ്ടത് രണ്ട് മുന്നണിക്കാരുടെയും ആവശ്യമാണ്. അതുകൊണ്ട് രണ്ടുപേരും ഇതിനെ ഇനി ഈ കുട്ടിയുടെ സ്റ്റേറ്റ്മെന്റിന്റെ പുറത്താണ് നമ്മൾ FIR ഇട്ടത്. ഈ FIR ഇട്ടത് കേസ് ചാർജ് ചെയ്തതിന് ശേഷം ഈ കുട്ടി മജിസ്ട്രേറ്റിന് മുമ്പ് കൊടുക്കുന്ന മൊഴിയിൽ പറയുന്നതിനകത്തുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഇപ്പോൾ ഇതിനകത്ത് പറയുന്നത് ആ കുട്ടിയുടെ നഗ്ന ചിത്രം കാണിച്ച് അയാളെ ഭീഷണിപ്പെടുത്തി, ബ്ലാക്ക്മെയിൽ ചെയ്തു, ഇങ്ങനെയൊക്കെയുള്ള വളരെ സീരിയസ് ഉള്ള ഒഫൻസസ് ആണ് ആ പരാതിയിൽ ഇട്ടേക്കുന്നത്. ഇത് ഈ കുട്ടി തന്നെത്താനെ കൊടുത്തതാണോ അല്ലെങ്കിൽ ഇതിനെ ആരെങ്കിലും പ്രേരിപ്പിച്ച് ചെയ്യിച്ചതാണോ ഒന്നും നമുക്കറിയത്തില്ല. അപ്പോൾ അതിനൊക്കെയുള്ള പണ്ട് സ്വപ്ന സുരേഷിനെതിരായിട്ട് ഭരണകൂടത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നും പറഞ്ഞുകൊണ്ട് 12 SP-മാരുടെ നേതൃത്വത്തിൽ ഒരു സംഘം ഉണ്ടാക്കി അന്വേഷിച്ച സർക്കാരാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതും അത്രയും വലിയൊരു സംഘം അന്വേഷിക്കും. എന്നിട്ട് അതൊന്നും ആയിട്ടില്ല. സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി കേരള ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നത് കേൾക്കുമ്പോഴത്തേക്ക് വലിയ തമാശയായിട്ടാണ് ആ ഒരു രംഗം നമ്മൾ തോന്നിയത്. അപ്പോൾ അതേപോലെ രാഹുൽ മാങ്കൂട്ടം ഒരു പെൺകുട്ടിയെ ഗർഭിണിയാക്കിയിട്ടുണ്ടെങ്കിൽ നിയമം നേരിടുന്ന വഴിക്ക് നിയമം പോകണം. അതിനകത്ത് മുഖ്യമന്ത്രി പ്രത്യേകിച്ച് ഈ പൊതുപ്രവർത്തകരെല്ലാം കുറച്ച് മാന്യത പാലിക്കേണ്ടത്. ഇദ്ദേഹത്തിനെതിരെ ഈ കേസ് മാത്രമല്ല, പല കേസുകളും ബാംഗ്ലൂരുമായി ബന്ധപ്പെട്ടുണ്ടായ അവിടെ ഉണ്ടായ വേറൊരു പെൺകുട്ടിയുടെ സംഭവമാണ്. ഇത് വേറെ. അപ്പോൾ ഇദ്ദേഹത്തിനെതിരെ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് തന്നെ അന്നത്തെ അന്വേഷണ സംഘം തന്നെ കണ്ടെത്തിയതാണ് 18 വയസ്സ് മുതൽ 60 വയസ്സ് വരെ വിവിധ സ്ത്രീകളെ ഈ
രാഹുൽ മാങ്കൂട്ടം പീഡിപ്പിച്ചിട്ടുണ്ടെന്ന്. അപ്പൊ നമ്മൾ ഒരു കേസിലാണ് ഇപ്പോൾ എല്ലാവരും ചുരുക്കി കാണുന്നത്. പലരും ഇദ്ദേഹത്തെ പേടിച്ച് പരാതി പറയാൻ രംഗത്ത് വരാതിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ. അല്ല, ഞാൻ പറയുന്നത് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർ സംശുദ്ധരായിരിക്കണം എന്നുള്ളതിനകത്ത് സംശയമൊന്നും വേണ്ട. ഞാൻ അദ്ദേഹത്തെ ന്യായീകരിക്കുകയല്ല ചെയ്തത്. ഈ പരാതികൾ നമ്മൾ പുറത്തു വരുമ്പോഴത്തേക്ക് കോടതിയുടെ മുമ്പ് അത് ടെസ്റ്റിഫൈ ചെയ്തെങ്കിൽ മാത്രമേ അയാൾ ശിക്ഷിക്കാൻ പറ്റുള്ളൂ. മറ്റ് ഈ ഒരു രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ 10-60ഓളം പേര് ഭയക്കുന്നു എന്ന് പറയുന്നെങ്കിൽ നമ്മളിൽ ഒരുപാട് ചാനൽസ് ഉണ്ട്. ഈ ക്ലിഫ് ഹൗസ് ഈ കുട്ടിക്ക് മാത്രം വേണ്ടിയല്ല ഓപ്പൺ ആയിരുന്നു, മറ്റു പലർക്കും വേണ്ടിയിട്ട് ഓപ്പൺ ആയിരുന്നു. പാർട്ടിക്കകത്ത് ഇന്റേണൽ കംപ്ലൈൻറ്റിന് ഒരു സ്ത്രീയാണ് ആ പ്രസ്ഥാനത്തെ ഇന്ത്യയിൽ നയിക്കുന്നത്. അപ്പോൾ പാർട്ടിക്കുള്ളിലെ നേതാക്കൾ, വനിതാ നേതാക്കൾ ഇദ്ദേഹത്തിനെതിരെ പരാതി നൽകിയിട്ടുണ്ട്. അല്ല, നേതാക്കൾക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഈ രാഹുൽ മാങ്കൂട്ടം ഈ കേസ് ഒരു സംഭവം മാത്രമല്ലല്ലോ. കാരണം പാർട്ടിക്കുള്ളിലെ വനിതാ നേതാക്കൾ ഇദ്ദേഹം ഒരു കോഴിയാണെന്ന് കാണിച്ച് നേതാക്കൾക്ക് പരാതി നൽകിയിട്ടുണ്ട്. അതും പരിഗണിക്കണമല്ലോ. ഇല്ല, ഇപ്പൊ മുകേഷിനെ സംബന്ധിച്ചുള്ള ആരോപണം വരുന്നുണ്ട്. CPM-ന്റെ പല നേതാക്കളെ പറ്റിയിട്ട് ഇത്തരം ആരോപണങ്ങളും അന്വേഷണങ്ങളും പാർട്ടി കോടതി തീരുമാനങ്ങളും പുറത്താക്കലുകളും തിരിച്ചെടുക്കലും ഒക്കെ നടന്നിട്ടുണ്ട്. അപ്പം ഇതൊരു സാധാരണ സംഭവം എന്നുള്ള രീതിയിൽ നമ്മൾ കണക്കാക്കുകയും അതിന് നിയമപരമായിട്ടുള്ള റെമഡീസ് എടുക്കുകയാണ് വേണ്ടതെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഇതിനകത്ത് നമ്മൾ രാഷ്ട്രീയം കണ്ടിട്ട് കാര്യമില്ല. കാര്യം CPM, കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു നേതാവ് ആയതുകൊണ്ട് കോൺഗ്രസ് പാർട്ടി അല്ലല്ലോ ഇതൊക്കെ ചെയ്ത്. ഇതിന് കോൺഗ്രസ് പാർട്ടിയെ നമ്മൾ ബ്ലെയിം ചെയ്യേണ്ട കാര്യമില്ല. പാർട്ടി അവരെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇത് പുറത്തറിഞ്ഞ ഉടനെ തന്നെ അയാളെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. MLA സ്ഥാനം എന്തായാലും പാർട്ടിക്ക് പിടിച്ചു വാങ്ങിക്കാനൊന്നും പറ്റത്തില്ല. MLA സ്ഥാനം അയാൾ സ്വയം രാജിവെക്കാൻ മാത്രമേ ഇന്ത്യയിൽ പ്രൊവിഷനുള്ളൂ. അപ്പോൾ അദ്ദേഹത്തെ പക്ഷെ പാർട്ടി വേദികളിൽ അദ്ദേഹം വരുന്നത് അവർ വാക്കാൽ വിലക്കിയെങ്കിലും പ്രവർത്തകരുടെ ഒരു ആവേശം കാരണം അവർ നേരത്തെ നമ്മളൊന്ന് ഓർക്കണം, അങ്ങനെ വ്യാജ ID കാർഡ് നിർമ്മിച്ചു എന്ന് പറഞ്ഞ പേരിൽ രാത്രി വീട് വളഞ്ഞ് രാവിലെ 5 മണിക്ക് ഇദ്ദേഹത്തെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ ഇതിനകത്ത് ഈ പിണറായി വിജയന്റെ പോലീസ് എന്താണ് ചെയ്യുന്നു എന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. കാര്യം പോലീസിനെ ഏത് ജോലിക്കും, ഇത് വേറെ അൻവറുമായിട്ടുണ്ടായ വിവാദം വരുന്നുണ്ട്, പോലീസിനെ ഏത് ജോലിക്കും അയക്കാനും ഏത് കേസ് ഉണ്ടാക്കാനും, സരിതയുടെ കേസിൽ തന്നെ നമുക്കറിയാമല്ലോ, സരിത ജയിലിൽ ചെന്ന് മൊഴിയെടുപ്പിക്കുകയും അവിടുന്ന് അവരെ കൊണ്ട് കത്ത് എഴുതിപ്പിക്കുകയും ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ അവരെ കസ്റ്റഡിയിൽ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഇതൊക്കെ ഒരു നിയമ കോടതിക്ക് മുമ്പ് വരികയും കോടതിക്ക് ഇത് ബോധ്യമാവുകയും തെളിവുകൾ ശക്തമാവുകയും ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ശിക്ഷിക്കപ്പെടാനുള്ള സാധ്യതയുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം ഇന്നോടെ അവസാനിപ്പിക്കാൻ പോകുന്നില്ല. അദ്ദേഹത്തെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി MLA സ്ഥാനം അദ്ദേഹം രാജിവെച്ചിരുന്നെങ്കിൽ CPM-കാർ ചുമന്ന് മുഖ്യമന്ത്രിയുടെ ആഫീസിൽ തന്നെ കൊണ്ടിരുത്തുമായിരുന്നു. അതാണ് കേരളത്തിലെ ഇന്നത്തെ അവസ്ഥ. കാര്യം അങ്ങനെ പലരും CPM-ന്റെ ഉന്നത തലങ്ങളിൽ ഇരിക്കുന്ന ഒരുപാട് ശശിമാരൊക്കെ ഉണ്ട്. അത് കോഴിക്കോടുള്ള ശശിയുണ്ട്, കണ്ണൂരുള്ള ശശിയുണ്ട്, പിന്നെ ഗോപി കോട്ടമുറിക്കലുണ്ട്. അങ്ങനെ ഒരുപാട് പേരുടെ പേരിൽ അഴിമതികൾ വന്നിട്ടുണ്ട്. അന്നൊന്നും ആരോപണം വന്നിട്ടുണ്ടെങ്കിൽ പോലും ഒന്നും ചെയ്തില്ല. ശ്രീ അച്യുതാനന്ദൻ തന്നെ ഒരിക്കൽ പറഞ്ഞത് ശ്രീ നീലലോകദാസൻ നാടാർക്ക് സീറ്റ് കൊടുക്കാതിരിക്കാൻ വേണ്ടി അയാൾ പെണ്ണുപിടിയനെന്നാണ് പറഞ്ഞത്. അതിനേക്കാളും വലിയ പെണ്ണുപിടിയന്മാരെ പാർട്ടിക്കകത്ത് വെച്ചിട്ടാണ് ശ്രീ അച്യുതാനന്ദൻ അങ്ങനെ ചെയ്തത്. രാഷ്ട്രീയ പ്രവർത്തനം, അതിൻ്റെ ഇടയിൽ അവർ പാലിക്കേണ്ട സംശുദ്ധത, ഇതൊക്കെ ന്യായമാണ്. പക്ഷേ ഈ ഒരാളെ തെരഞ്ഞു പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു സംവിധാനം, ഇത്തരം ഒരു കേസിന് വേണ്ടിയിട്ട് നമ്മുടെ മൊത്തം പോലീസ് സംവിധാനം ഓടുക, അതിൻ്റെ പുറകിൽ നിന്ന് സമയം ചെലവാക്കുക എന്നുള്ളത് വളരെ സ്ട്രെയിഞ്ചാണ്. പക്ഷേ അവരിത് ഇതുവരെ ചെയ്തിട്ടുണ്ട്, ഇനി ഇത് ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പോൾ സ്വപ്ന സുരേഷിനെതിരായിട്ട് തന്നെ എത്രമാത്രം കേസുകളാണ് അവർ എത്തിക്കുന്നത്. അപ്പോൾ അവർ ചെയ്യുന്ന ചെയ്തികൾ മറക്കാൻ വേണ്ടിയിട്ട്, അവർക്കൊരു പുതിയൊരു ഇഷ്യൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഇലക്ഷൻ സമയത്ത് ശബരിമല പോലുള്ള വിഷയങ്ങൾ പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ കാണിക്കുന്ന ഒരു അഭ്യാസമായിരിക്കാം ഇതെന്നാണ് ചിലരുടെ വിലയിരുത്തൽ. എന്തായാലും രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമത്തിന് മുമ്പ് കീഴടങ്ങണം. അദ്ദേഹം ഒരു MLA ആണ്, ജനപ്രതിനിധിയാണ്. അദ്ദേഹത്തിന് ഒളിച്ചു നടക്കാൻ പറ്റത്തില്ല. എന്തായാലും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള അനുവാദം അവർ സ്പീക്കറിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടാവും. സ്പീക്കറിൽ നിന്ന് വാങ്ങിച്ചിട്ടേ അവർക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, MLA ആയതുകൊണ്ട് വാങ്ങിച്ചിട്ടുണ്ടാവും. അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടികളായിട്ട് അവർ മുന്നോട്ട് പോട്ടെ. അറസ്റ്റ് ചെയ്തിട്ട് കോടതിയിൽ ഈ ഒരു സാധനം ഇതെല്ലാം നമ്മളെ മാധ്യമങ്ങളുടെ പുകമറയായിട്ട് മാറിപ്പോവുകയും അപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ് പോവുകയും ചെയ്യും. ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കുറ്റം ഫ്രെയിം ചെയ്ത് വരുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ ചിലപ്പോൾ പ്രതികളും കാണത്തില്ല, സാക്ഷികളും കാണത്തില്ല, കേസ് തള്ളിപ്പോകും. ഇതെങ്ങനെയാണ് പലപ്പോഴും രാഷ്ട്രീയം തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്. LDF-ഉം UDF-ഉം തമ്മിലുള്ള രാഷ്ട്രീയ അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് എല്ലാവർക്കും നല്ലോണം അറിയാമെന്നുള്ളവരാണ്. ഇതൊരു പൊളിറ്റിക്കൽ സ്റ്റണ്ടാണെന്ന് മാത്രം നമ്മൾ തൽക്കാലം വിലയിരുത്തിയാൽ മതി. കൂടുതൽ കുറ്റകൃത്യങ്ങൾ വരേണ്ട, കുറ്റകൃത്യം തെളിയിക്കേണ്ട കോടതിയുടെ മുമ്പേ. അതിന് പത്രക്കാർ ഒരിക്കലും സമ്മതിക്കാറില്ല. അവർ എഴുതിയിടുന്ന സ്റ്റോറികളും അവരുടെ ഭാവനകളുമാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. ഇതൊക്കെ കഴിഞ്ഞ് ട്രയൽ സ്റ്റേജിൽ വരുമ്പോഴത്തേക്കും, അത് വിധി വരുമ്പോഴത്തേക്കാണ് അറിയുന്നത് ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല, ഈ കുട്ടി വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് പറഞ്ഞതാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാവും. എന്തായാലും ഗവൺമെൻറ് അന്വേഷിക്കണം.
ഒരു പെൺകുട്ടിയുടെ പരാതിയാണ്. ആ കുട്ടിയുടെ സെന്റിമെന്റ്സ് നമുക്ക് മനസ്സിലാക്കണം. ആ കുട്ടി ആ രീതിയിൽ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങേര് ശിക്ഷയ്ക്ക് അർഹനാണ്. നിയമത്തിന് മുമ്പ് കൊണ്ടുവരണം, ഒരു സംശയം വേണ്ട. ഒരു നിയമനിർമ്മാണ സഭയിലെ അംഗമാണ് ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് ഒട്ടും ന്യായീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം നിയമത്തിന് മുമ്പ് കൊണ്ടുവരണം, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണം, വേണ്ട നടപടികൾ കൃത്യമായിട്ട് എടുക്കണം, ആ കുട്ടിയുടെ പരാതി പരിഹരിച്ചു.